സർ ഒരു സെൽഫി. ഞാൻ സെൽഫി എടുക്കുന്നത് തിരിഞ്ഞിരിക്കുന്നു. ആ കൂടെ വന്നു കേട്ടോ. തുപ്പിയാനിട്ടാലോ കേട്ടോ. ഗൈസ്, നമ്മുടെ ദുബായ് ബ്ലോഗിലെ 3-ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ചെറിയ സൂവിലാണ്. ഇവിടെ ഉമുൽക്കോയിൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തുള്ള ഒരു സൂ ആണ് കേട്ടോ ഇത്. ഇവിടെ ഒരുപാട് മൃഗങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല, പക്ഷെ ഉള്ളത് വളരെ മനോഹരമാണ് എന്ന് കേട്ടിട്ടാണ് നമ്മൾ ഇവിടെ വന്നത്. ഇന്ന് നമ്മുടെ കൂടെ അച്ചായനല്ല, പകരം കോമ്രേഡാണുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി, എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് തിരിയുമ്പം ഫസ്റ്റ് കാണുന്ന ജിറാഫിനെയാണ് ഗൈസ്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ജിറാഫിനെ ഇത്ര അടുത്ത് കാണുന്നത്. സംഭവം ജിറാഫുമായിട്ടൊരു ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്യാന്ന് കരുതി നിന്നതാണ് ഗൈസ്. പക്ഷെ എനിക്ക് എന്തോ ഒരു വശപ്പിശക്ക് ഫീലിംഗ്. ഇതെങ്ങാനും താഴത്തേക്ക് തലയെത്തി വന്നാലോ എന്നൊരു പേടി. അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത്. ഗൈസ്, നമ്മുടെ നാട്ടിൽ കാണുന്ന സൂ പോലല്ല കേട്ടോ ഇവിടെ. നമ്മുടെ നാട്ടിൽ ഒരു മൃഗത്തിനെ കൊണ്ടിട്ടിട്ട് 1 കിലോമീറ്റർ ദൂരത്ത് നിന്നിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. അതുപോലെയല്ല ഇവിടെ അത്ര ക്ലോസ്ഡ് ആയിട്ടൊന്നും അല്ല അവർ മൃഗങ്ങളെ വെച്ചേക്കുന്നത്. അതുപോലെ നമുക്ക് ഇവിടുത്തെ മൃഗങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും അതിനെ ഫീഡ് ചെയ്യാനും പെറ്റ് ചെയ്യാനും ഒക്കെയുള്ള എല്ലാ ഓപ്ഷൻസും ഒക്കെ നമുക്കുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്. അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ കയ്യിൽ കണ്ട് എന്തോ ഒരു ഇലയിരിക്കുന്നത്. നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഫീഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ഒരു സാധനം നമുക്ക് തരും. അതിന് പ്രത്യേകം റേറ്റ് ആവും. അതിന് നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അകത്തോട്ട് വരുമ്പോൾ ഈ മൃഗങ്ങളെയൊക്കെ ഇതുപോലെ ഫീഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ സൂവിൽ കണ്ട ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇതൊരു കേവ് പോലത്തെ ഒരു സംഭവമാണ്. ഇത് അവർ പണിത് വെച്ചേക്കുന്നതാണ്. അതിനകത്തേക്ക് കയറുമ്പോഴത്തേക്ക് മുകളിൽ നിന്ന് വെള്ളം വീഴുന്നുണ്ട്. ആ വെള്ളത്തിൽ അവർ മറ്റേ ഗോൾഡ് ഫിഷ് പോലത്തെ സാധനങ്ങളെയൊക്കെ വളർത്തുന്നുണ്ട്. അങ്ങനെ കാഴ്ച കണ്ട് മുമ്പോട്ട് വന്നപ്പോഴാണ് ഈ കഴുകന്മാരെ കണ്ടത് കേട്ടോ. ഈ 2 എണ്ണമാണ് എന്നെ കണ്ടപ്പോൾ തൊട്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന മാതിരി ഇങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ താഴോട്ട് വന്നപ്പോഴാണ് ദാണ്ട്ര മുഫാസ ലുക്കുള്ളൊരു സിംഹക്കുട്ടി അവിടെ കിടന്നൊരു പെണ്ണിന്റെ കാല് കടിച്ചു പറിക്കുന്നു. അവള് അതിനെ കണ്ടിട്ട് ക്യൂട്ടാണെന്ന് പറഞ്ഞിട്ട് പെറ്റ് ചെയ്യാനും വേണ്ടി വന്നതാണ് കേട്ടോ. ഈ സാധനം കൊണ്ട് ലെഗ് പീസ് കിട്ടിയ സന്തോഷത്തിൽ അവിടെ കാലേന്ന് വിടുന്നേ ഇല്ല. അങ്ങനെ ഒരു തരത്തിൽ ആ ലെഗ് പീസ് അവൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ട് ഇവൻ അടുത്ത ലെഗ് പീസ് അന്വേഷിക്കുക കേട്ടോ. ചെറിയൊരു സിംഹക്കുട്ടിയെ കണ്ടായിരുന്നു. എന്നിട്ട് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഉള്ളത് കുതിരയൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ ഇറങ്ങി പോകുന്നതിൻ്റെ താഴത്തായിട്ട് 2 വരിയായിട്ട് തന്നിങ്ങനെ 2 സൈഡിലായിട്ട് കുതിരയും ഒക്കെ ഇങ്ങനെ ഇട്ടേക്കാണ്. കുതിരയുടെ നോക്കിയെടുത്തിട്ടുകാരനാണെന്ന് തോന്നുന്നു കേട്ടോ കൂട്ടിക്കുന്നത്. തലയും പൊക്കി പോകുന്നു. അതിൻ്റെ കൂടെ ഒരു സെൽഫി എടുക്കാൻ സമ്മതിക്കോ ചോദിക്കട്ടെ. ഫോട്ടോ ഒക്കെ ഇവിടുത്തെ VIP ആണല്ലോ, ചോദിച്ചു നോക്കട്ടെ. പബ്ജിയിൽ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വാഹനമാണ് കേട്ടത്. സർ ഒരു സെൽഫി. ഞാൻ സെൽഫി എടുക്കുന്നത് തിരിഞ്ഞിരിക്കുന്നു. ആ കൂടെ വന്നു കേട്ടോ. തുപ്പിയാനിട്ടാലോ കേട്ടോ. കഴുതപ്പുലി. അതിൻ്റെ പേരൊന്ന് ആലോചിച്ച് നോക്കിയേ. ഹൈനാന്ന് പേരുള്ള സാധനത്തിനെ നമ്മൾ വന്നിട്ട് കഴുതപ്പുലി എന്ന് വിളിക്കുന്നത്. എല്ലാ അമ്മമാരും ഉച്ചയ്ക്ക് ഉറക്കുക. ഇത് കുഞ്ചിരോമുള്ള സിംഹം, ആൺ സിംഹം. അപ്പുറം കിടക്കുന്ന പെൺ സിംഹം എന്ന് തോന്നുന്നു.
ഈ ഒരു സംഭവം കണ്ടപ്പം എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട് ഗൈസ്. ഈ മൃഗങ്ങളെ ഇട്ടേക്കുന്ന ആ ഒരു ഫെൻസ് കണ്ടോ, അതിന് വലിയ ഹൈറ്റ് ഒന്നും ഇല്ല. ഇതുങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ചാടി കിടക്കാനൊക്കത്തില്ലേ? അതോ ഇത് ചാടത്തില്ലേ? എന്താണ് സംഭവം എന്ന് എനിക്ക് പിടികിട്ടിയില്ല കേട്ടോ. അങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് ഇങ്ങോട്ട് വിളിച്ചാൽ വരും. എന്തിനാ കൊടുക്കുന്നു പറഞ്ഞു വരുന്നു. അവിടുന്ന് കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ ദാ ഇവിടെ പല നിറത്തിലുള്ള കുറേ തത്തകളെ കണ്ട് ഗൈസ്. നമുക്ക് ഇതുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. ഇതിനെ നമ്മുടെ കയ്യിലോ തോളത്തോ ഒക്കെ എടുത്ത് വെച്ച് നമുക്ക് ഫോട്ടോസോ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. കുറച്ചൊന്ന് പേടിച്ചിട്ടാണെങ്കിലും ഞാനും ഒരു ഫോട്ടോ എടുക്കാനായിട്ട് നിന്ന് കൊടുത്തു ഗൈസ്. തത്തയുടെ ഒരു ആഗ്രഹമല്ലേ. അങ്ങനെ നമ്മൾ തത്തയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് മുന്നോട്ട് വന്നപ്പോൾ അവിടെ ഒരു ആൾക്കൂട്ടം. എന്താ സംഭവം നമുക്ക് പോയി നോക്കാം. സംഭവം ഒരു ഒറാങ്കൂട്ടനാണ് ഗൈസ്. ഇതിനെ ഞാൻ ഇതിനു മുമ്പ് ഏതൊക്കെയോ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, ആൾക്കാരുടെ കൂടെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നതൊക്കെ. കുറച്ച് കഴിഞ്ഞപ്പോൾ തോണ്ടാ അവൻ തനി സ്വഭാവം പുറത്ത് കാണിക്കാൻ തുടങ്ങി. അതുവരെ മലന്ന് കിടന്ന കൊരങ്ങന ആ പെങ്കൊച്ചിനെ കണ്ടപ്പോൾ അവന് ഫോട്ടോ എടുക്കണം, ഇരിക്കണം, സംസാരിക്കണം. ഒരങ്ങനെ ഒരു രക്ഷയില്ലായിരുന്നു ഗൈസ്. അങ്ങനെ സൂവിലെ കാഴ്ചകളെ കണ്ടു കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മുടെ കോമ്രേഡിനോട് ഞാൻ ചോദിച്ചു ഈവനിങ് ടൈം എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലം ഏതാണെന്ന്. അപ്പോൾ കോമ്രേഡ് എന്നോട് പറഞ്ഞു നമുക്കെന്നാൽ നേരെ അൽനൂർ ഐലൻഡ് ഉണ്ട്, അടിപൊളിയാണ് എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഞാനും കരുതി നേരെ അങ്ങോട്ട് തന്നെ പോവാം. അടുത്ത ലൊക്കേഷൻ്റെ പേര് അൽ നൂർ ഐലൻഡ് എന്നാണ്. ഇവിടെ എന്ത് സംഭവം അറിയത്തില്ല, നമുക്ക് പോയി നോക്കാം എന്താണ്. വാ. നമ്മുടെ ഐലൻഡിലേക്ക് പോകുന്ന വഴിയാട്ടോ ഇത്. ഏടാ മോനെ, കിടിലൻ സ്ഥലം. അങ്ങനെ നമ്മൾ മുന്നോട്ട് നടന്നു വന്നപ്പോഴാണ് അവിടെ ആയിട്ട് ഒരു ബോർഡ് വെച്ചേക്കുന്നത് കണ്ടു. അത് വായിച്ചു നോക്കിയപ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ അതൊരു ട്രാംപുലീൻ പാത്വേ ആണ് ഇനി നമ്മുടെ മുന്നോട്ട് വരുന്നത്. പിന്നെ അവിടെ കുറച്ച് റെഗുലേഷൻസ് കാര്യങ്ങളുണ്ട്. അവിടെ ജസ്റ്റ് നടന്ന് പോവുക, കിടന്ന് ചാടാതിരിക്കുക, ഒരു സമയം ഒന്നിൽ കൂടുതൽ ആൾക്കാർ പോവുകയാണെങ്കിൽ 2 മീറ്റർ ഡിസ്റ്റൻസ് ഇട്ട് പോവുക, അങ്ങനെ കുറച്ച് റെഗുലേഷൻസ് ഉണ്ട്. അതാണ് അവിടെ എഴുതി വെച്ചിരുന്നത്. അപ്പോൾ ഇതാണ് ട്രാംപൊലീൻ പാത്വേ. ഇവിടുത്തെ ഒരു മെയിൻ റൂൾ അവർ പറഞ്ഞേക്കുന്നത് ഷൂസ് ഊരിയിട്ടിട്ട് കയറണം. പക്ഷേ അതുപോലെ ഒരാൾ ഒന്നിച്ച് 2 പേര് കയറുവാണെങ്കിൽ ആൾക്കാർ തമ്മിൽ 2 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം എന്നാണ്. സംഭവം കൊള്ളാം കേട്ടോ. അങ്ങനെ അൽനൂർ ഐലൻഡിലെ കാഴ്ചകളെല്ലാം കണ്ട് അവസാനം ഈ ഒരു സിറ്റിയുടെ വ്യൂ കൂടി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ദുബായിലെ 3ാമത്തെ ദിവസം അവസാനിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ദുബായിലെ 4ാം ദിവസത്തെ വിശേഷങ്ങളുമായി അടുത്തൊരു വ്ലോഗിൽ വീണ്ടും കാണാം. Till then, bye guys.